തിരുവനന്തപുരം വഞ്ചിയൂരിൽ പിതാവ് മകനെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ആഡംബര കാറിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തു. മേഘന മുരളി ഈ സംഭവത്തിൻ്റെ തീവ്രത എന്തെന്ന് പരിശോധിച്ച് നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. ഈ തലക്കടിച്ചു എന്ന് പറയുമ്പോൾ ഭീകരമായ അടിയാണോ അതോ അടിയിൽ ഇത്തിരി വാത്സല്യം പൊതിഞ്ഞിരുന്നോ? SKN അച്ഛൻ മകനെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരപരിധിയായിട്ടുള്ള വഞ്ചിയൂരിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ചെറിയൊരു അടിയല്ല, മറിച്ച് ഗുരുതരമായി തന്നെ ഈ മകന് ഹൃത്തിക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായം. ഗുരുതരമായി തന്നെ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ കഴിയുകയാണ്. ഇപ്പോൾ പോലീസും മെഡിക്കൽ കോളേജ് വൃത്തങ്ങളും അടക്കം പറയുന്നത് ജീവന് വേണ്ടി മകൻ മല്ലിടുന്നു എന്നുള്ളതാണ്. അത്രയേറെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അത് ഈ മകനും അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു ചെറിയ കുടുംബമാണ്. അവർ സാമ്പത്തികമായി ഒരു നല്ല സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് കുടുംബമാണ്. ഒരു വർഷം മുന്നേ മകന് 17 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു. ആ ബൈക്കിലാണ് ഇപ്പോൾ മകൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഡംബര കാർ വേണമെന്ന് മകൻ വാശി പിടിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു തർക്കം ഇന്നലെ രാത്രി അടക്കം വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കാർ വാങ്ങിത്തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വീട്ടിലില്ല എന്നുള്ളത് അച്ഛൻ മകനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് മകൻ കേൾക്കുന്നില്ല. പിന്നീട് മകൻ ഈ മാതാപിതാക്കളെ ആക്രമിക്കാൻ ചെന്നു എന്നുള്ളതാണ് വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം എതിർത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ കമ്പിപ്പാര ഉപയോഗിച്ച് അച്ഛൻ മകന്റെ തലക്കടിച്ചത്. അത് 2 തവണ തലക്കടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മകന്റെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഈ ആഡംബരക്കാർ വേണമെന്നുള്ളൊരു കാര്യം, അത് തനിക്ക് ആഡംബരക്കാർ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിരന്തരമായി വീട്ടിൽ പറഞ്ഞ് വാശി പിടിക്കാറുണ്ടായിരുന്നു മകൻ. അത് മകന് 22 വയസ്സ് മാത്രമാണ് പ്രായം, ഹൃത്തിക് എന്നാണ് പേര്. അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഒരു വാക്കുതർക്കം പിന്നീട് കമ്പിപ്പാര കൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് പറയുന്നത്. അച്ഛൻ വിനയാനന്ദനെതിരെ ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഹൃത്തിക്കിന്റെ സുഹൃത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ അച്ഛൻ കസ്റ്റഡിയിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെയോട് പുറത്തു വരുന്നത്. അത് മകൻ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ICUവിൽ കഴിയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.